എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൈപ്പയ്ക്ക വെച്ചിട്ടൊരു മീൻ കറിയാണ്. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് വെള്ളമൊഴിച്ച് അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് കഷ്ണങ്ങളാക്കിയ കൈപ്പയ്ക്ക ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ കൈപ്പയ്ക്കയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അത് കോരി മാറ്റി എടുത്ത് വയ്ക്കുക. ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് 1/4 സ്പൂൺ ഉലുവ, ഒരു കുടം വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, 6 പച്ചമുളക് നടുവേ പിളർന്നത്, ഒരു സവാള നീളത്തിലരിഞ്ഞത്, ഒരു തക്കാളി നീളത്തിലരിഞ്ഞതും 1 സ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി വഴലാനായിട്ട് വയ്ക്കുക. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/4 മുറി നാളികേരം ചിരകിയത്, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, വെള്ളവും ചേർത്ത് നന്നായി അരച്ച് മാറ്റി വയ്ക്കുക. വഴന്നു വന്ന സവാളയിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള കോൽപ്പുളിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് നന്നായി കുറുക്കിയെടുക്കുക. അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ തിളച്ച് വരുമ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് നല്ലപോലെ തിളച്ച് വരുമ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൈപ്പയ്ക്ക ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഇളക്കി തിളയ്ക്കാനായിട്ട് വയ്ക്കുക. മറ്റൊരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ഒരു പിടി ചുവന്നുള്ളി നീളത്തിലരിഞ്ഞതും 1/4 സ്പൂൺ ഉപ്പും ചേർത്ത് നല്ല ബ്രൗൺ നിറമായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും 1 പിടി കറിവേപ്പിലയും ചേർത്ത് തിളച്ച് വരുന്ന കറിയിലേക്ക് താളിച്ചാൽ രുചിയൂറും കൈപ്പയ്ക്ക മീൻകറി തയ്യാറായി. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ, ഗുഡ് ഡേ, ടേക്ക് കെയർ.